ഹായ് ഫ്രണ്ട്സ്, എവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതവും. ഇത് നമ്മുടെ വീഡിയോ ഇത് കണ്ടില്ലേ? ഈ ചൂട് കാലത്ത് നമ്മൾ കോഴികളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അപകടവും നഷ്ടങ്ങളുണ്ടാകുന്ന ഒരു സമയമാണ് ചൂട് കാലം. പിന്നെ നനഞ്ഞ ചാക്ക് നമ്മൾ കൂടിൻ്റെ മുകളിൽ ഇടുന്ന കാര്യവും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു കാര്യമാണ് നമ്മൾ ഈ നനച്ചു കൊടുക്കുന്നത്. ഇതേപോലെ കോഴികൾക്കും കിളികൾക്കും എല്ലാം നമ്മളതിന് തുറന്നു വിടാതെ കൂട്ടി വളർത്തുന്ന കിളികളാണെങ്കിൽ പ്രത്യേകിച്ച് ഇതേപോലെ അതിൻ്റെ ദേഹം നനച്ചു കൊടുക്കണം. ചുമ്മാ വെള്ളം പക്ഷെ നനക്കുമ്പോൾ നമ്മൾ സ്പീഡ് കുറച്ച് അതിൻ്റെ ദേഹത്തെ അഴിച്ചു കൊടുക്കാവുള്ളൂ. ഇതേപോലെ എല്ലാ കോഴികൾക്കും അടിച്ചു കൊടുക്കുമ്പോൾ ചൂട് കാലത്ത് അതൊരു ആശ്വാസമാണ്. പിന്നെ കിളികൾക്കും ഞാൻ ഇതേപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള യെല്ലോ ഷെയ്ഡ് കുണിയോറ്, പൈനാപ്പിൾ കുണിയോറ് രണ്ട് പേർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് തുടക്കമായിട്ട്. സ്ഥലപരിമിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഒരുപാട് ചെയ്യാത്തത്. അത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇതേപോലെ നമ്മളിങ്ങനെ തളിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് കുളിക്കുന്നുള്ളതാണ്. നമുക്ക് ഈ ചെറിയൊരു ഡോറായതുകൊണ്ട് വലിയ പാത്രങ്ങൾ നമുക്ക് കുണിക്കകത്ത് വെക്കാൻ പറ്റത്തില്ല. കാരണം ഇവന്മാർ പെട്ടെന്ന് ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവിടെ നിന്ന് പറന്നു പോകും. ഇതൊക്കെ നമ്മൾ അവെയറിൻ്റെ അകത്ത് സെറ്റ് ചെയ്യേണ്ട സാധനങ്ങളാണ്. ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്ത് അതിനൊരു സുഖം കിട്ടും. അതാണ് ഞാൻ ചെയ്തിരുന്നത്. എല്ലാ കിളികൾക്കും എല്ലാവരും ഇതേപോലെ ഏത് പെറ്റ്സും ആയിക്കോട്ടെ, കോഴി മാത്രമല്ല, കോഴിയാ കിളികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ചൂടിന് നമ്മളെപ്പോലെ ഇതേപോലെയുള്ള നമ്മൾ ചിന്തിക്കണം. ഇതേപോലെ നനച്ചു കൊടുത്താൽ അതിന് സുഖം കിട്ടും. ചൂട് കൂടിയിരിക്കുന്ന സമയത്താണ് മാത്രം നമ്മൾ ചെയ്താൽ മതി ഇങ്ങനെ. അതേപോലെ നനഞ്ഞ് ചണച്ചാക്കുണ്ടെങ്കിൽ കൂടിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. നമ്മുടെ കുക്കുംബർ, അതേപോലെയുള്ള തണ്ണിമത്തൻ്റെ പീസ് ഇതൊക്കെ കഴിക്കാൻ ഉൾപ്പെടുത്തി കൊടുക്കുക. വെള്ളം, ജലാംശം ഒരുപാട് ശരീരത്തിൽ അരിച്ച് ചെല്ലും. അപ്പോൾ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചൂടിൻ്റെ ഒരു പരിധി വരെ നമുക്ക് കോഴികളെയും പക്ഷിമൃഗാദികളെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ തണ്ണിമത്തനൊക്കെ ശരിക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുക്കുംബറാണ് ഞാൻ കൊണ്ടുപോയി വേവിച്ചിട്ട് അതിനോട് നമ്മുടെ മിക്സർ ഫുഡ് പിന്നെ തവിടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാ ദിവസവും അങ്ങനെയാണ് കൊടുക്കുന്നത്. വെള്ളം, ജലാംശം ഒരുപാട് അതിൻ്റെ ഉള്ളിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ സാധനം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ഗീവയുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും അടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ സബ്സ്ക്രൈബറിനും പിന്നെ അങ്ങനെയുള്ളവർക്കാണ് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പം വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുടെ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവരും ഇത് നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.